ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ കുറേ നാൾക്ക് ശേഷം നമ്മുടെ സ്വന്തം മലയാള സിനിമയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. യെസ്, അതിൽ മലയാള സിനിമ എന്ന് പറയുമ്പോൾ ലീഡിങ് ആക്ടറായിട്ടുള്ള നമ്മുടെ മോഹൻലാലിനെ പറ്റി തൊടുത്തു, നമ്മുടെ ലാലേട്ടനെ പറ്റി തന്നെ തുടങ്ങാം. മലൈക്കോട്ടെ വാലിബൻ, ലിജോ ജോസ് പള്ളിശ്ശേരിയും നമ്മുടെ സ്വന്തം ലാലേട്ടനും കൂടിയുള്ള ഒരു കൊളാബറേഷൻ ആയിട്ടുള്ള ഒരു മൂവി 25 ജനുവരി 2024 റിലീസാണ്. സോ അതിൻ്റെ ആയിട്ടുള്ള ഒരു മൂവീസിൻ്റെ ആ ഒരു മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ കുറേ നാൾ എനിക്ക് ഇടണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല. അതിനുള്ള പല കാരണങ്ങളുമുണ്ട്. ആൻഡ് യെസ്, നമ്മളിതാ പക്ഷെ അതെല്ലാം മാറ്റി വെച്ച് നമ്മളൊരു അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടിരിക്കുകയാണ്. റീസെൻ്റ്ലി 31 മുമ്പത്തെ വർഷം, അതായത് 2023 31 ഡിസംബറിൽ ഒരു ടീസർ ഇറങ്ങി, 30 സെക്കൻഡ് ടീസർ. കണ്ടവർക്ക് എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല, ബട്ട് യാ, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇതിൽ പറയുന്നത് നമ്മുടെ മലൈക്കോട്ടെ വാലുവൻ ഈ സെറ്റ് ടു ബി അറൗണ്ട് 2 hours and 7 minutes ലോങ്. അതായത് ഈ ഒരു സിനിമ 2 മണിക്കൂറും 7 മിനിറ്റത്തോളം ഡ്യൂറേഷൻ ഉണ്ടാവും, അതായത് ഇത്ര നേരം ഉണ്ടാവും. ആൻഡ് ഇതിൽ നമ്മുടെ സ്വന്തം ഹിന്ദി വേർഷൻ ആയിട്ട്, അതായത് എനിക്ക് തോന്നുന്നു പാൻ ഇന്ത്യ സിനിമയാണെന്ന് തോന്നുന്നതല്ലേ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഹിന്ദി വേർഷൻ്റെ സെൻസർഷിപ്പ് ഇപ്പോഴും മുംബൈയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ എക്സൈറ്റ്മെൻറ്റും കൂടി വന്നിരിക്കുകയെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ആൻഡ് യെസ്, ഐ എം ഓൾസോ വെരി മച്ച് എക്സൈറ്റഡ് ടു സീ ദിസ് മൂവി. ബട്ട് അതോടൊപ്പം തന്നെ പല പ്രശ്നങ്ങളിലൂടെയാണ് ഈ ഒരു സിനിമ എത്രാങ്ങാണ്ട് ദിവസം 100-150 100 പോരാ, എത്രാങ്ങാണ്ട് ദിവസം കൂടി ഷൂട്ട് ചെയ്തിട്ട സിനിമയാണത്. അതും ഇന്ത്യയിലെ പല സ്ഥലങ്ങളായി, രാജസ്ഥാൻ, പോണ്ടിച്ചേരി, തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങൾ, കേരളത്തിലുണ്ടെന്ന് തോന്നുന്നു എവിടെയാണ് കണ്ടുവരണം. അപ്പോൾ ഈ സിനിമ എത്രാങ്ങാണ്ട് പല സ്ഥലത്തുകളാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് പല സ്ഥലത്തു നിന്നുള്ള ഒരു ആക്ടേഴ്സും ഇതിൽ ഈ ഒരു സിനിമയിൽ ഇമ്പാർട്ടഡ് ആണ്, കാസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഇൻറ്റൻസ് എമൗണ്ട് ഓഫ് സാൻഡിൻ്റെ ഷോട്ട്സും നമുക്ക് പല ഫ്രെയിമിലും വിവിഡായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇതിൽ മോഹൻലാൽ ഒരു റെസ്ലറായിട്ടാണെന്നാണ് പിന്നെ ഇത് നടക്കുന്നത് ഒരു എന്നിട്ട് പറയുക, ഒരു ചെറിയൊരു കഥ രീതിയിലായിട്ട് പോകുന്നുണ്ട്. ആസ് പ്രീ ഇൻഡിപെൻഡൻസ് എറ ആണ് കൂടുതലും കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലും ഒരുതരം കൾച്ചറൽ ഇൻഡിപെൻഡൻസ് എറ നമുക്ക് കാണാൻ പറ്റും വിത്ത് ആക്ഷൻ ആൻഡ് ഡ്രാമ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി സിനിമയായിരിക്കും നമുക്ക്. ആൻഡ് ജോസ് പള്ളിശ്ശേരി ഒരിക്കലും നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്യാറില്ല. അത് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടവർക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ലാലേട്ടൻ ഫാൻ ആണെങ്കിൽ മസ്റ്റ് വാച്ച് എന്തായാലും പറയും ഞാൻ. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു സംഭവമാണ്. നേരെ ഇറങ്ങിയതോടെ ആൾക്കാർ പറയുന്നു ലാലേട്ടൻ തിരിച്ചു വന്നു, എൻ്റെ ലാലേട്ടൻ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല, പുള്ളിക്കാരൻ അവിടെ തന്നെയുണ്ട്. ജസ്റ്റ് ഹി വാസ് ജസ്റ്റ് റെസ്റ്റിംഗ് ഫോർ എ ലോട്ട് ഓഫ് ടൈം. ആ ഒരു കക്കൂണിൽ നിന്ന് പുറത്തിറങ്ങണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ മമ്മൂക്കാൻ്റെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടൊരു സിനിമ ഇറങ്ങുന്നുണ്ട്, നമ്മുടെ ബ്രഹ്മയുഗം. അതിൻ്റെ ഒരു പോസ്റ്റർ ഇറങ്ങി, എൻ്റെ പൊന്നോ തെയ്യോ അതോ എന്തോ കാന്താരയോ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ സാധനം, എൻ്റെ കിളി വീണിട്ട്. ആ ഒരു സിനിമയ്ക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹൈപ്പ് അടിച്ചിട്ടുള്ളത്. ബ്രഹ്മയുഗം അല്ലേ, അങ്ങനത്തെ ഒരു സംഭവം. ഒരുതരം മിത്തിക്കൽ, ഒരുതരം ടച്ച് ഉണ്ട് അതിൻ്റെ അകത്ത്. അതെനിക്ക് കൂടുതൽ താല്പര്യം കാണാൻ. ഈ അനന്തഭദ്രം സിനിമ കണ്ടവർക്കറിയാം, ആ ഒരു ടൈപ്പ് സിനിമ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരുതരം മാജിക്കൽ മിത്തിക്കൽ ടൈപ്പ് സിനിമകൾ. അപ്പോൾ അങ്ങനത്തെ സിനിമ കാണാൻ എന്നും ഞാൻ റെഡിയാണ്. അതുപോലത്തെ ഒരു സിനിമ ആവണം എന്നാണ് ഈ ഒരു സിനിമയും ഞാൻ പ്രതീക്ഷിക്കുന്നത്, എൻ്റെ പേഴ്സണൽ പ്രതീക്ഷയാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ഈ ഒരു സിനിമയും ഒട്ടും ആവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം കൂടുതൽ ഹൈപ്പ് അടിക്കുന്ന സിനിമകളൊന്നും ഒരിക്കലും പോയി കാണരുത്. കാരണം വെറും ഹൈപ്പ് ഉണ്ടാവുള്ളൂ, അതിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ലാലേട്ടൻ ഈ ഒരു സിനിമയ്ക്ക്. അതിനുള്ള ഒത്ത പ്രതിഫലം, റിസൾട്ട് ഉദ്ദേശിക്കണം ഞാൻ. റിസൾട്ട് പുള്ളിക്കാരനെ കിട്ടട്ടെ. ആൻഡ് നമ്മൾ ലാലേട്ടൻ ഫാൻസൊക്കെ പരമാവധി കുറേ വിഷമിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയെ പറ്റി. പിന്നെ പുള്ളിക്കാരൻ്റെ പല സിനിമകളും ഇപ്പോൾ സ്റ്റക്കായി കിടക്കുന്നുണ്ട്. ആൻഡ് യെസ്, അത് പറയാണ്ടിരിക്കാൻ വയ്യ. എല്ലാ ഫെമിലിയർ ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം അഭിനയിക്കാതെ തന്നെ പുതുമുഖമായിട്ടുള്ള വരുന്ന ഡയറക്ടേഴ്സൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ആവാൻ ശ്രമിക്കുക ലാലേട്ടൻ. പുള്ളിക്കാരൻ എന്താ പറയുക, ഒരുതരം കംഫർട്ട് സോണാണെന്ന് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. അതും ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒരു പുതിയ ഡയറക്ടർ വന്നിട്ട് നമ്മുടെ ലാലേട്ടനെ അപ്രോച്ച് ചെയ്യാണ്, ലാലേട്ടാ ഒരു സ്ക്രിപ്റ്റ് വായിക്കട്ടെ, അയ്യോ മോനെ വേണ്ട, ആ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ പോകുന്നത്. പക്ഷെ നമുക്ക് നേരെ ഓപ്പോസിറ്റാണ്. പുതിയ ഡയറക്ടർ വന്നിട്ട് നമുക്ക് ഒരു കഥ എടുക്കട്ടെ, ഒരു കാര്യം ചെയ്യ്, ഞാനത് കേൾക്കട്ടെ, എന്നിട്ട് നീ നാളെ വായു, നമുക്ക് നോക്കാം, അങ്ങനത്തെ രീതിയാണ്. ബട്ട് ഹീ ഈസ് മോർ എൻഗേജിങ്.
വിത്ത് ദ ന്യൂ ഡയറക്ടേഴ്സ് വിത്ത് ഈ ജസ്റ്റ് റോക്കിംഗ് വിത്ത് ദിസ് ഏജ്. നമുക്ക് പ്രായപരിധി ഇല്ലാതെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ബോക്സ് ഓഫീസ്. അതോടൊപ്പം തന്നെ നമ്മുടെ ലാലേട്ടൻ ഒട്ടും മോശമല്ല. പുള്ളിക്കാരനും ആ ഒരു പവർ ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, അതിനൊത്ത ഫാൻസും ഉണ്ട്, അതിനോട് ഡയറക്ടേഴ്സും ഉണ്ട് ഈ നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആ ഒരു കഥ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, കുറേ ഞാൻ സത്യം പറഞ്ഞ് വിചാരിച്ചത് ലൂസിഫർ ആയിരിക്കും ഇനി ലാലേട്ടൻ്റെ കംബാക്ക്. ബട്ട് ലൂസിഫറിലും അത്യാവശ്യം പ്രതീക്ഷ കുറഞ്ഞിട്ടാണ് ഞാൻ കുറേ പേര് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ആൾക്കാർ പറയും, ഓ വലിയ കാര്യത്തിലിടും, നമുക്ക് ഇപ്പോൾ ലാലേട്ടൻ അല്ലെങ്കിൽ ശോകമാണ്. ഞാൻ മമ്മൂക്ക ഫാനായിരുന്നു. കാല് മാറരുത്. നിങ്ങളൊരു ഫാനാണെങ്കിൽ ഫാനായിരിക്കുക, എനിക്ക് എത്ര പറയാനുള്ളൂ. ഞാൻ എന്നും മമ്മൂക്ക ഫാനാണ്, ഞാൻ ഇന്നൊന്നും മമ്മൂക്ക ഫാൻ ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മലൈക്കോട്ടെ വാലിബൻ എന്തായാലും കാണാൻ ശ്രമിക്കുക. 25-ാം തീയതി റിലീസ്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.